ഇന്ന് ഈ സമയക്കുറവ് എന്നൊരു സാധനം കാര്യമായിട്ട് ബാധിച്ചൊരു ദിവസമായിരുന്നു കേട്ടോ. കാരണം ഇന്ന് എനിക്ക് ഒരുപാട് പണികളുള്ള ദിവസമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഡിന്നറിന് വേണ്ടി നമ്മളൊരു തട്ടിക്കൂട്ട് ബീഫ് റോസ്റ്റ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ചൂടാക്കി ആവശ്യത്തിനുള്ള ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ കുറച്ച് ചെറിയുള്ളി, കുറച്ച് സവാള, പച്ചമുളക്, ഇത്രയും സാധനങ്ങൾ നന്നായി വഴറ്റിയെടുത്തതിന് ശേഷം ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് പെരിഞ്ജീരകത്തിന്റെ പൊടി, പിന്നെ കുറച്ച് ഗരം മസാല ഇതും കൂടെ ആയിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഇതിന്റെ ഇടയിൽ കൂടെ നമുക്ക് കുറച്ച് തക്കാളിയും കൂടെ ആഡ് ചെയ്യാം. അതും കൂടെ ഒന്ന് വഴഞ്ഞു വന്നു കഴിഞ്ഞാൽ കുറച്ച് കാശ്മീരി ചില്ലി, മല്ലിപ്പൊടി, മീറ്റ് മസാല, ജിഞ്ചർ ഗാർലിക് പൗഡർ ഇത്രയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം നമുക്ക്. അപ്പോഴേക്കും സ്ലോ ഫ്ലെയിമിൽ കിടന്നിട്ട് നന്നായിട്ട് ഇത് വഴഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഇതിലേക്ക് ആഡ് ചെയ്യാം. ബീഫ് അങ്ങോട്ട് നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതേ മസാലകളും പിന്നെ കുറച്ച് തൈരും കൂടെ ആഡ് ചെയ്ത് കൈ കൊണ്ട് നന്നായി മിക്സ് ചെയ്ത് കുക്കറിൽ വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതേ ബീഫ് ഇതിന്റെ കൂടെ നന്നായി കിടന്ന് സ്ലോ ഫ്ലെയിമിൽ കുക്കാക്കി എടുക്കണം കേട്ടോ. ഇനി കുറച്ച് മല്ലിയില, പിന്നെ കുറച്ച് കറിവേപ്പില, ഇത്രയേ ഉള്ളൂ നമ്മുടെ പരിപാടി കഴിഞ്ഞ്. ഒരു തട്ടിക്കൂട്ട് ബീഫ് റോസ്റ്റ് ആണെന്ന് ആദ്യമേ പറഞ്ഞല്ലോ, അതുകൊണ്ട് പെട്ടെന്ന് പരിപാടി അവസാനിപ്പിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ബേസിക് പ്ലാൻ. അതുകൊണ്ട് ഒരു സാധാരണ വരട്ടിയെടുക്കൽ പരിപാടിയൊന്നുമില്ല, നമുക്കിതൊന്ന് വറ്റിച്ചെടുക്കാം.